അപ്പം ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. രാവിലെ തന്നെ എണീറ്റ് വന്നിട്ട് മുടിയൊക്കെ ഒന്ന് ഈരി ബ്രഷൊക്കെ ചെയ്തു. കുളി തൽക്കാലത്തേക്കൊന്ന് ഒഴിവാക്കി, കാരണം ഒടുക്കത്തെ തണവാണ്. പിന്നെ ഒരുപാട് പരിപാടികളൊന്നും ചെയ്ത് തീർക്കാനുണ്ട്. ഡ്യൂട്ടിക്കൊക്കെ പോവുകയാണെങ്കിൽ രാവിലെ തന്നെ കുളിക്കും കേട്ടോ. പിന്നെ ഇത് സ്കിൻ കെയർ ഒക്കെ ചെയ്തു. രാവിലെ തന്നെ ഞാനൊരു മോർണിംഗ് ഡ്രിങ്ക് കഴിക്കും, ഗ്രീൻ ടീം ചിയാ സീഡൊക്കെ ഇട്ടിട്ട്. അങ്ങനെ അത് കഴിച്ചു. പിന്നെ ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ഉപ്പുമാവ് ഉണ്ടാക്കി. പിന്നെ അതിൻ്റെ കൂടെ ഒരു കാപ്പിയാണ് കഴിച്ചത്. ഇതാകുമ്പോൾ കൊച്ചിനും ഇഷ്ടമാണ് ഉപ്പുമാവ് കേട്ടോ. ഇൻസ്റ്റൻ്റ് അങ്ങനെ വാങ്ങാറില്ല, ജസ്റ്റ് ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയതാണ്. കാരണം നമുക്ക് വയ്യാണ്ടായ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അതൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു കേട്ടോ. പിന്നെ കുത്തുമുളകില്ലേ, അത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പൊടിച്ചു വെച്ചു. നമുക്ക് പരിപ്പ് കുത്തി കാച്ചിയതും മുട്ട ഓംപ്ലേറ്റ് ആണ് ഉച്ചക്കലത്തേക്കുള്ള സ്പെഷ്യൽ. കൊച്ചിനങ്ങനെ യോഗട്ടും പപ്പടവും പരിപ്പ് കൂട്ടി ചോറ് കൊടുത്തിട്ട് ഞാനും കഴിച്ചു കേട്ടോ. നല്ല മുട്ട ഓംപ്ലേറ്റും പരിപ്പ് കുത്തി കാച്ചിയതും തൈരും പപ്പടവും നല്ല ബസുമതി റൈസായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടി കഴിച്ചു. ഇവിടെ ബസുമതി റൈസ് വെക്കലില്ല കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് വാങ്ങിയ അരിയുണ്ട്, അപ്പോൾ അത് നാട്ടിൽ പോണേക്കാളും മുന്നേ വെച്ച് തീർക്കണം. അപ്പോൾ അതങ്ങനെ ചെയ്ത് തീർത്തിട്ട് പിന്നെ ലോണ്ട്രി കുറേ അലക്കാനുണ്ടായിരുന്നു. ഉണങ്ങി കിട്ടാൻ ഭയങ്കര പാടാണ്. അതെല്ലാം അകത്താണ് ഇടാറ്. ഈ വലിയ വലിയ കട്ടിയുള്ളതൊക്കെ ബെഡ്ഷീറ്റിൻ്റെ കവർ, അതൊക്കെ നമ്മൾ ബെഡിങ്ങിൻ്റെ ഒക്കെ പുറത്താണ് ഇടുക. കാരണം വെള്ളം ഉണ്ടാവും. അപ്പോൾ അത് അകത്ത് വീഴാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വാരാൻ വേണ്ടി പുറത്തിട്ടതാണ്. പക്ഷേ എൻ്റെ പൊന്നെ അത് ഐസായി ബഡ്ഡി പോലെ കേട്ടോ. അവസാനം അകത്തേക്ക് ഇടാൻ തീരുമാനിച്ചു. കൊച്ച് ഛർദ്ദിച്ചായിരുന്നു, വയ്യാത്തതുകൊണ്ട് പനിയായിട്ട് ആൾ സൈഡായി കിടന്ന് ഉറങ്ങി. അപ്പോൾ കുറേ ക്ലീനിങ് ഉണ്ടായി. പാത്രമൊക്കെ കഴുകി കഴിഞ്ഞിട്ട് പിന്നെ ഇനി നമുക്ക് വാക്വമൊക്കെ ചെയ്യാനുണ്ട്. അതിന് മുന്നേ ഒരാഴ്ചയായി ക്രിസ്മസ് കഴിഞ്ഞിട്ട്. നമുക്ക് ഈ ക്രിസ്മസ് ട്രീ ഒക്കെ ഒന്ന് എടുത്ത് വെക്കേണ്ടതെന്ന് വെച്ചിട്ട് ആദ്യം തന്നെ അതിൻ്റെ ഓർണമെൻറ്റ്സ് ഒക്കെ ഊരി, പിന്നെ ലൈറ്റൊക്കെ ഇട്ടതൊക്കെ കൊച്ച് വലിച്ച് പറിച്ച് താഴേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഊരി വെച്ചു, എല്ലാം സെറ്റാക്കണം. ഇത് 3 പാർട്ടായതുകൊണ്ട് ഇത്തിരി എളുപ്പമായിരുന്നു ചെയ്യാൻ. എളുപ്പം എന്ന് പറഞ്ഞാലും ഞാൻ ഫിറ്റ് ചെയ്യണേക്കാളും കൂടുതൽ സമയം അതിങ്ങനെ ഓർഗനൈസ് ചെയ്ത് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് സമയം എടുത്തു കേട്ടോ. നമ്മളിത് ഗാർബേജ് ബാഗിലാണ് വെച്ചത്. ഇതിൻ്റെ ബോക്സിൽ ഇത് കൊള്ളണുണ്ടായിരുന്നില്ല. ഇനി നമ്മളത് സ്റ്റോർ റൂമിലേക്ക് കയറ്റി വെച്ചാൽ മതിയല്ലോ. അങ്ങനെ ഫുൾ ക്ലീൻ ചെയ്ത് തുണികളൊക്കെ കസേര ഉണക്കാനിട്ട് ഹീറ്ററൊക്കെ ഓൺ ചെയ്തിട്ട് കുറച്ച് പൈനാപ്പിളൊക്കെ കട്ട് ചെയ്ത് കഴിച്ചു. ബാക്കിയുള്ളതൊക്കെ ഫ്രിഡ്ജിലെടുത്ത് വെച്ചു. ഇനി നമുക്ക് വൈകിട്ടത്തേക്കല്ല, നാളെ രാവിലത്തേക്ക് നീർദോശയും ഗ്രീൻ പീൻസ് കറി ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അരിയും കുതിർക്കാനിട്ടു, ഗ്രീൻ പീൻസും വെള്ളത്തിലിട്ടു കേട്ടോ. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയി കുളിച്ചു. രണ്ടുപേരും കുളിച്ച് ഫ്രഷായിട്ട് പിന്നെ അത് ബെഡൊക്കെ സെറ്റാക്കാന്ന് വെച്ചു. അവൻ ഛർദ്ദിച്ചുകൊണ്ട് മൊത്തത്തിൽ അലക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മറ്റേ വാട്ടർ പ്രൂഫിൻ്റെ ലെയറില്ല, അതാണ് ആദ്യം ഇട്ടത്. ഇതൊക്കെ അകത്ത് ഹീറ്ററുള്ളോടത്ത് ഇട്ടുകൊണ്ട് ഉണങ്ങി കിട്ടിയിട്ടാണ്. പിന്നെ ബെഡ്ഷീറ്റൊക്കെ ഇടാണ്. ഇവനാണെങ്കിൽ ഇതിങ്ങനെ ചാടി മറിഞ്ഞാണ് ഹെൽപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഡുവേ കവറൊക്കെ ഇട്ട് അത് സെറ്റാക്കിയതിന് ശേഷം അവൻ്റെ ടോയ്സ് ഒതുക്കാന്ന് വെച്ചു. ഒരു കുഞ്ഞ് ടെൻ്റ് ഉണ്ട്. അപ്പോൾ ഇപ്പം സ്ഥിരം കളിച്ചുകൊണ്ടിരിക്കുന്ന കുറച്ച് ടോയ്സൊക്കെ അതിൻ്റെ ഉള്ളിൽ ഇട്ട് വയ്ക്കും. ഒരു കാര്യമില്ല, 1 മണിക്കൂറിനുള്ളിൽ എല്ലാം പഴയ പോലെയാക്കും. എന്നാലും അതൊക്കെ ഒന്ന് ഒതുക്കി ഞങ്ങൾ പിന്നെ കിടന്ന് ഉറങ്ങി കേട്ടോ.